നമ്മുടെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ആക്ഷേപിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഈ നമ്മുടെ ഭരണകൂടം തന്നെ അവരുടെ പല ചെയ്തികൾ വഴി തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ ആക്ഷേപം, അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അത്രത്തോളം സങ്കടകരമായിട്ട് ഉള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായത് അമേരിക്കയിലെ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്താണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും ഈ അടുത്ത സമയത്ത് കാണാൻ പോകുന്നതുകൊണ്ട് ട്രംപിന് പോകണം, നിർബന്ധമായിട്ട് പോകണം, കാണണം, കെട്ടിപ്പിടിക്കണം. കാരണം ഇപ്പം ചെയ്ത പണി എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അവർ ഒരു യാത്രാ വിമാനത്തിൽ ഈ ഈ ഒരു 104 പേരെ ആദ്യം 170 പേരെ കയറ്റി അയക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. 104 പേരുമായിട്ടൊരു വിമാനം C-17 എന്ന് പറയുന്ന അമേരിക്കൻ എയർഫോഴ്സിന്റെ ഒരു വിമാനം, അത് യുദ്ധത്തിനൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന വിമാനമാണ്. ആ വിമാനത്തിനകത്ത് നമ്മുടെ യാത്രാ വിമാനങ്ങളിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ബെഞ്ച് പോലുള്ള സീറ്റ് വേണം, നേരെ ഇരിക്കുന്നത് അതായത് വളരെ നേരെ തന്നെ ഇരുന്നോണം, അല്ലാതെ അത് 90 ഡിഗ്രിയിൽ ഉള്ള സീറ്റുകളാണ് അതിനകത്തുള്ളത്. ബെഞ്ചാണ് നമ്മുടെ ബെഞ്ചായിട്ട് ഈ ഉപയോഗിക്കുന്നത്, അതായത് സ്കൂളുകളിലും പള്ളികളിലും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബെഞ്ചുകൾ. അതിനൊരു ചാരുണ്ട് ഇരിക്കാനായിട്ട്, ഒരു ബാക്ക് നമുക്ക് ചാരാവുന്ന ഒരു ചെറിയുണ്ട്, പക്ഷെ അത് നേരെ ഇരുന്നോണം, ആ രീതിയിലേ ഒക്കുള്ളൂ. അങ്ങനെയുള്ള സീറ്റുകളിലാണ് ഈ 107 പേരെ ആ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് വന്നത്. ആ 107 പേരുമായിട്ട് കയറ്റിക്കൊണ്ട് വന്നപ്പം തന്നെ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാം. ഇവരെ അവിടുന്ന് പിടിച്ചു, അവർ കുടിയേറ്റക്കാരാണ്, സംശയമൊന്നുമില്ല. പലരും US വിസയോ, മിക്ക ആളുകൾ ഒന്നിൽ US വിസ അവർക്കില്ല, അല്ലെങ്കിൽ വിസ എക്സ്പയറി ആയി അവർ അനധികൃതമായിട്ട് അവിടെ തങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് വിസിറ്റിംഗ് വിസയിലേക്ക് US പോകുന്നു, നമുക്ക് എത്രയോ ഒരു 6 months ടൈം അങ്ങാണ്ട് നമുക്ക് അവിടെ തങ്ങാം. അതിൽ കൂടുതൽ അവിടെ തങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമാണ്. ആ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിന് ഞാൻ ഒരു തെറ്റും പറയുന്നില്ല. കാരണം അത് ആ നാടിൻ്റെ രക്ഷയ്ക്കുള്ള കാര്യം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആയിട്ട് ഇവിടെ വന്ന് പാസ്പോർട്ടൊന്നും ഇല്ലാതെ ഇപ്പോൾ ബംഗ്ലാദേശികളെ നമ്മൾ പിടിച്ച് തിരിച്ചയക്കുന്നില്ലേ? അതിൻ്റെ കാരണം എന്താണ്? അവർ പിടിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാ സാമൂഹ്യ വ്യവസ്ഥയ്ക്കും അത്യാവശ്യം എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ആളുകൾ വേണം വിദേശത്ത് നിന്നായാലും അവിടെ വരാൻ എന്നുള്ളതാണ്. അനധികൃതമായിട്ട് കയറി വരുന്നവരെ ചിലപ്പം നാടിന് തന്നെ കുറേ സുരക്ഷാ ഭീഷണി ഉണ്ടാകാം, അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ ഉണ്ടാകാം. അപ്പോൾ അവിടുന്ന് തിരിച്ചയക്കുന്നതിന് നമ്മൾ ഇതിൽ കുറ്റമൊന്നും കാണുന്നില്ല, ഞാനും ഒന്നും പറയുന്നില്ല. പക്ഷെ തിരിച്ചയക്കുന്നത് അയച്ചോട്ടെ, അത് എല്ലാ രാജ്യങ്ങളോടും ആയിരിക്കണം. ഒരു വിവേചനം ഇന്ത്യയോട് മാത്രമായിട്ട് കാണിക്കരുത്. അവിടെ ഇപ്പോൾ കണക്കാക്കി എടുക്കുന്നതനുസരിച്ച് ഏതാണ്ട് ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഏതാണ്ട് 7,50,000 കുടിയേറ്റക്കാരുണ്ട് കേട്ടോ. അതിനകത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾ എന്ന് പറയുന്നത് ഇതേപോലെ അനധികൃതമായി കുടിയേറ്റക്കാരാണ്, താമസിക്കുന്നവരാണ്. ഇവരൊക്കെ പലരും കസ്റ്റഡിയിലാണിപ്പോൾ. ഇപ്പൊ ഈ തിരിച്ചയക്കപ്പെട്ടവരെന്നൊക്കെ പറയുന്നവർ തന്നെ ദിവസങ്ങളോളം അവിടുത്തെ അമേരിക്കൻ പോലീസ് പിടിച്ച് കസ്റ്റഡിയിൽ കിടന്നവരാണ്. അവരെ തിരിച്ചയച്ചതിനും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം വേണം. അമേരിക്കക്കാരായിപ്പോയതുകൊണ്ട് അവർക്ക് ഇപ്പൊ ട്രംപിന് അത് മനുഷ്യത്വമില്ല എന്നുള്ളത് ഇപ്പം ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം അത് വളരെ സാങ്കേതികമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നോക്കുന്നില്ല ഇത് ബാക്കിയുള്ളവരെ മനുഷ്യജീവി എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ആളുകളെ വിമാനത്താവളത്തിൽ കൊണ്ടുപോയിട്ട് അവരെ വിലങ്ങ് വെക്കുകയാണ്. ആദ്യം കൈക്ക് വിലങ്ങ്, അനങ്ങാൻ പറ്റത്തില്ല, കൈക്ക് വിലങ്ങ് വെക്കുകയാണ്. അതുപോലെ തന്നെ കാലിൽ ചങ്ങലയിട്ട് ബന്ധിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ്. നമുക്കിവിടെ ഇപ്പൊ പബ്ലിക് പ്ലേസിലായാലും ഇവിടെ ഒരാളെ വിലങ്ങ് വെക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ സ്വീകാര്യമല്ല. നമ്മുടെ ഇന്ത്യയിൽ അതും കാലയിലൊക്കെ ചങ്ങലയിട്ട് കെട്ടിപ്പൂട്ടിയൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കന്നാലികളെ കൊണ്ടുവന്നത് പോലും അതിലും വൃത്തിയായിട്ടാണ്. വൈൽഡ് എലിമെന്റ്സിനെ, വന്യമൃഗങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ ആളുകളെ മുഴുവൻ, ഈ 104 പേരെയും വിമാനത്താവളം മുതൽ അവരുടെ കൈകാലുകൾ ബന്ധിച്ച് ഇവിടെ വന്ന് അമൃത്സറിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഇവരെ ഇത് വിലങ്ങഴിക്കുന്നത്. അപ്പൊ ഇത് 40 മണിക്കൂർ നേരം ഈ വിലങ്ങോടുകൂടി, കയ്യിലും കാലിലും ഉള്ള വിലങ്ങോടുകൂടി അവരിയ്ക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഫ്ലൈറ്റിൽ മാത്രമേ എങ്ങനെയായാലും ഈ വിമാനത്തിന് ഇപ്പൊ എമിറേറ്റ്സിനോ അതുപോലെ ഖത്തർ എയർവേസിനോ അതുപോലുള്ള ഒരു സ്പീഡില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ
ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ അമേരിക്കയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 18 മണിക്കൂർ 19 മണിക്കൂർ ടൈം എടുക്കും. പക്ഷേ ഇതിന് അതിൽ കൂടുതലെടുക്കും. എങ്ങനെയായാലും ഒരു 22 മണിക്കൂർ 23 മണിക്കൂർ 24 മണിക്കൂർ വരെ ഈ ഫ്ലൈറ്റിനകത്ത് മാത്രം ചെലവഴിക്കണം. ഒരു സ്വാതന്ത്ര്യമില്ല. അവർക്ക് ഏതാണ്ടൊക്കെ കഴിക്കാനൊക്കെ ആഹാരം കൊടുത്തു. പക്ഷേ ഈ വിലം കഴിച്ചു കൊടുക്കത്തില്ല. ഭക്ഷണം കഴിക്കാൻ നോക്കും. 2 കൈയും വിലങ്ങ് വെച്ച ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ്. അവർക്ക് വാഷ്റൂമിൽ പോകാൻ ഒരു മാർഗ്ഗവുമില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാതെ അപേക്ഷിക്കുമ്പോഴാണ് അത് പെർമിറ്റ് ചെയ്യുന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് 19 വനിതകൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ 13 പേര്, പ്രായപൂർത്തിയാവാത്ത ആളുകൾ. അതിൽപ്പെടുന്ന ഒരു 6 വയസ്സുകാരനുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ടത്, ആദ്യം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അവരുടെ വക്താവ് പറഞ്ഞേക്കുന്നത് എന്തോന്നറിയോ, നല്ല വിവരമുള്ള വക്താവാണ്. ഇതൊന്നും ഇവിടുത്തെ കാര്യമൊന്നുമല്ല അവിടെ വിലങ്ങിട്ടേക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായിട്ട് പ്രചരിച്ചു. എനിക്ക് തന്നെ ഇത് കണ്ട് വളരെ സങ്കടം വന്നു. ഞാൻ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിലങ്ങ് വിട്ടുകൊണ്ടിരിക്കാനെ. അപ്പൊ അതൊന്നും ഇന്ത്യക്കാരല്ല, അത് വേറെ ഏതോ രാജ്യത്തെ ആയാലും മനുഷ്യരല്ലേ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. അത് പൊക്കോട്ടെ. അവര് എന്നാണ് നമ്മുടെ ഇന്ത്യക്കാരല്ല എന്ന് ഇവരങ്ങ് തീർത്തു പറഞ്ഞു. അവസാനം പഞ്ചാബുകാരനായ ജസ്പാൽ സിംഗ് എന്ന് പറയുന്ന ഇതേപോലെ ഒരു കുടിയേറ്റക്കാരൻ, അയാൾ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് അമേരിക്ക പോകാൻ വേണ്ടി ഒരു 30 ലക്ഷം രൂപ ഒരു ഏജന്റിന് കൊണ്ട് കൊടുത്തു. അയാളെ അവസാനം ചതിച്ചും വഞ്ചിച്ചും ഇയാളെ ഈ ബ്രസീലിൽ കൊണ്ടിറക്കി. അതിനുശേഷം ഇയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ബ്രസീലിൽ നിന്ന് ഇയാൾ അനങ്ങാതെ ഏതായാലും കള്ളത്തരത്തിൽ അവിടെ കുടിയേറി. ഇതാ പറ്റിയത്. അമേരിക്ക പോയി. പുറത്താക്കണമെന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല, ഒരു തെറ്റുമില്ല. പക്ഷേ പുറത്താക്കുമ്പോൾ അയാൾ ഇതിവിടെ താമസിക്കാൻ വന്ന ഒരാളാണ്, അവിടെ ജോലി ചെയ്ത് കഴിയാൻ. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവിടെ പോകുന്നത്. അങ്ങനെയുള്ള ഒരാളെ പുറത്താക്കുമ്പോൾ അയാളെ കയ്യും കാലും ബന്ധിക്കണമെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വക്താവ് പറഞ്ഞു, ഇന്ത്യക്കാരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഉടനടി നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രാജകീയമായ ഫ്ലൈറ്റിനകത്ത് കയറി അമേരിക്കയിൽ പോയി അവിടെ സുഖവാസത്തിന് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്നുടനെ ഇവിടെ ഇതിനൊന്നും പ്രതികരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെ അല്ല, എന്ത് പറഞ്ഞാലും നമ്മുടെ അല്ല. ഇപ്പൊ ചൈനക്കാർ ഇന്ത്യൻ പ്രദേശത്ത് അവർ കൈയടക്കി വെച്ചു, കയറി. കാരണം അത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമുണ്ട്. കാരണം ഞാൻ അവിടെ പോയപ്പോൾ യഥാർത്ഥത്തിൽ ലഡാക്കിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തടാകമുണ്ട്, അതൊന്ന് കാണാൻ പോകേണ്ടതാണ്. പക്ഷെ ഞാനത് പോകണ്ട, അത് നമ്മുടെ അന്ന് നമുക്ക് പോകാവുന്ന ഒരു എണ്ണമാണ്. പക്ഷെ ഞാൻ പോകണ്ടെന്ന് വെക്കാൻ കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്സിജൻ സിലിണ്ടറുമായിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മിക്കവാറും ഓക്സിജൻ സപ്ലൈ പലപ്പോഴും കാണത്തില്ല. ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ ആ തടാകം നമുക്ക് എല്ലാവർക്കും കാണാവുന്നതായിരുന്നു, കാണേണ്ടതുമാണ്. പക്ഷേ ഇപ്പൊ സംഭവം എന്താണെന്ന് അറിയാം, ഇപ്പൊ അങ്ങോട്ട് എല്ലാം ഒക്കത്തില്ല. കാരണം ഇത് നമ്മുടെ കയ്യിലില്ല ഈ പ്രദേശം. എന്നിട്ട് പറഞ്ഞേക്ക് ഇന്ത്യയുടെ ഒരു സ്ഥലവും പോയിട്ടില്ല. അപ്പോൾ ഡിസോൺ ചെയ്ത എളുപ്പമുണ്ടല്ലോ. ഇനി ലഡാക്ക് മുഴുവനായിട്ട് പോയാലും ഇവർ പറയും ഇന്ത്യയുടെ ഒരു ഭാഗവും പോയിട്ടില്ല എന്ന്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി ഇതിനെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം 34 പ്രാവശ്യം ചൈനയുടെ പേരെടുത്ത് പറഞ്ഞെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ അവകാശ ലംഘനത്തിന് പെറ്റീഷൻ കൊടുക്കുന്ന നാടാണ് നമ്മുടെ നാട് കേട്ടോ. ഇതാ ചിന്തിക്കേണ്ടേ. ഇന്ത്യയുടെ സ്ഥലം ഒന്നും പോയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. അത് സാരമില്ല. ഇനി അങ്ങനെ പറയുന്നവർക്ക് ഇതും പറയാം, ഇതൊന്നും ഇന്ത്യക്കാരല്ല കേട്ടോ. കാരണം ഈ ട്രംപ് എന്ത് ചെയ്താലും ശരി പറയാം, അത് ഇന്ത്യക്കാരല്ല, ഒരിക്കലും അല്ല കേട്ടോ. ഒന്നുമല്ല. ഇത് പറയാം. ഇതിപ്പോ ചൈനയൊക്കെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുന്ന കണ്ടോ. കാരണം അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സാധനങ്ങൾ ഇറക്കുമെന്നതിന് 10% അധികം നികുതി ഏർപ്പെടുത്തി കേട്ടോ. 10%. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% ആയിരുന്നു ഏർപ്പെടുത്തിയത്. ഇത് കാരണം ഒരു ബോധമുള്ള ഒരു ഭരണാധികാരി ഒരിക്കലും ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം എല്ലാ രാജ്യങ്ങളെയും ഉറപ്പിക്കുകയാണ്, ഇസ്രായേലിനെ ഒഴിച്ച് കേട്ടോ. അദ്ദേഹത്തിന് അത് മാത്രമേ, ഇസ്രായേൽ മാത്രം മതി, വേറെ ആരും വേണ്ട, ആ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ ചൈനയ്ക്ക് 10% ഏർപ്പെടുത്തിയപ്പോൾ ചൈന എന്തെന്നറിയോ, അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുണ്ട്, അതിനും അതേപോലെ 10% അങ്ങ് അടിച്ചു കൊടുത്തു. ഒരു കുഴപ്പമില്ല. അതോടുകൂടി ഇതങ്ങ് നിർത്താനേ മാർഗമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഗൂഗിളിനുമൊക്കെ ചൈനയിലുള്ള ചില പ്രശ്നങ്ങളിൽ ഇപ്പം ചൈന കയറി ഇടപെടുന്നുണ്ട്. വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഇടപാടുകളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കേട്ടോ.
ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഉള്ളത് ഇപ്പൊ തൽക്കാലം മരവിപ്പിച്ച് വെച്ചേക്കുക കേട്ടോ. ചൈനയുടെ മരവിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ചൈന അത് റെഡിയാക്കി തിരിച്ച് അതേ നാണയത്തെ കൊടുക്കും. ചൈനയുടെ കൂടെ ഒന്നും ഇവർക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവിടുത്തെ മാൻ പവർ ഒന്ന് മാത്രമല്ല, അവർ അത്രത്തോളം സയന്റിഫിക് ഇൻവെൻഷൻസിനും അതിൽ നിന്നകത്തെല്ലാം മുന്നേറി കഴിഞ്ഞു. അവരുടെ അതുപോലെ തന്നെ അവരെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മാസ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇതൊന്നും അമേരിക്കയ്ക്ക് പോലും പറ്റത്തില്ല. ഇവരുടെ സഹായം അമേരിക്കയ്ക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പോൾ ആപ്പിളിൻ്റെ കമ്പനിക്കായാലും, ഇപ്പോൾ ആപ്പിൾ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റാണ് ആപ്പിൾ. ഈ ആപ്പിളിൻ്റെ ആയാലും ഇപ്പം ചൈനയുടെ സഹായം ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ, എല്ലാം അത് ചൈനയിൽ അസംബിൾ ചെയ്തതേ നമുക്ക് കിട്ടുള്ളൂ. അതാണ്, അതേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാനും പറ്റില്ല. ക്വാളിറ്റി ആയിട്ട് നമ്മൾ പണ്ട് ചൈനീസ് പ്രോഡക്ട്സിനെ നമ്മൾ കുറ്റം പറയും, ക്വാളിറ്റി ഇല്ലാത്ത ചൈനക്കാരുടെ സാധനമാണ്. പക്ഷേ അവിടുന്ന് ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ ചൈനക്കാരുടെ സാധനം എന്ന് പറയുന്ന നമ്മൾ ആക്ഷേപിക്കുന്നത് എന്താണെന്നറിയോ? അവിടുന്ന് 3 ഗ്രേഡ് ഉണ്ട് അവിടെ സാധനങ്ങൾ. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. ഇവിടെ ഈ കച്ചവടക്കാർ തേർഡ് ക്വാളിറ്റി സാധനം അവിടെ എടുത്തുകൊണ്ട് വരും. സെക്കൻഡ് ക്വാളിറ്റി എങ്കിലും വാങ്ങിച്ചിരുന്നെങ്കിൽ അത് ലോകോത്തര സാധനങ്ങളാണ്, ഒരു സംശയം ഇല്ലാത്തതാണ്. അപ്പൊ ഞാൻ ചൈനയ്ക്ക് വേണ്ടി പറയുന്നതല്ല, എനിക്ക് വളരെ വിരോധമുള്ള ഒരു രാജ്യമാണ് അത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇന്ത്യക്കാരോട് ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽസ് ആണല്ലോ അവരെ, അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. അവരെ ഈ ഒരു യാത്രാ വിമാനത്തിൽ കയറ്റി കൊണ്ടുവരാം. ഒന്ന്, ഈ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള ഈ സംഘത്തിനെയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. ഇവര് ഇതുപോലെ ഒരു ഇൻഹ്യൂമൻ മനുഷ്യരായിട്ട് അവരെ കണക്കാക്കാമായിരുന്നു. അവരെ വെറും വന്യമൃഗങ്ങളായിട്ടുള്ള നായ്ക്കളുമായിട്ട് കണക്കാക്കിയതാണ് ട്രംപ് ചെയ്തേക്കുന്ന ഈ പണി. അതിനെതിരെ ഇന്ത്യ പ്രതികരിക്കുന്നതിന് പകരം ഇത് ഇന്ത്യക്കാരുടെ അടുത്തല്ല എന്നാണ് പറയുന്നത്. പറഞ്ഞോട്ടെ, ഇങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ ഇവരുടെ